പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹാവന്ദനം. ഇമ്മാനുവേൽ പ്രയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളിലും നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയങ്ങൾ ഉറക്കത്തെക്കുറിച്ച് ആയിരുന്നു. ഉറങ്ങുന്നവനെ എഴുന്നേൽക്കുക, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ. നീ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിന്നെ കൊണ്ട് ചെയ്യിക്കുവാനും പൂർത്തീകരിക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ അത് പൂർത്തീകരിക്കുവാനും ഞാൻ നിന്നെ ഉണർത്തുന്നു. മയക്കത്തിൽ നിന്നും ഉറക്കത്തിൽ നിന്നും പരീക്ഷകൾ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിപ്പേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതായിരിക്കുന്ന വിഷയങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് അല്പസമയത്തെ ചിന്തകൾക്കായിട്ട് ഒരു തിരുവചന ഭാഗം ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 38-ാമത്തെ വാക്യം. അവൻ അമരത്ത് തലകിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവൻ അവരെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റു. കർത്താവിൽ പ്രിയരെ, നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഇവിടെ വായിച്ചത്. ഒരിക്കൽ ഗുരു തന്റെ ശിഷ്യന്മാരുമായിട്ട് യാത്ര ചെയ്ത പകൽക്കാലങ്ങളിൽ വൈകിയ വേളയിൽ തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ഈ തടാകത്തിന് അക്കരയ്ക്ക് പോകണം. പകൽക്കാലമുള്ള ശുശ്രൂഷകൾക്ക് ശേഷം ഇനിയുള്ളതായിരിക്കുന്ന വിശ്രമ ജീവിതം അല്ലെങ്കിൽ വിശ്രമം, വൈകിട്ടത്തെ വിശ്രമം നമ്മൾ തടാകത്തിന് അപ്പുറത്ത് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകാം, അക്കരയ്ക്ക് പോകാം. അങ്ങനെ അവർ തടാകത്തിന്റെ സമീപത്തുള്ളതായിരിക്കുന്ന ആ വഞ്ചിയിൽ അവര് 12 ശിഷ്യന്മാരും യേശുവും കയറി. നല്ല സന്ധ്യയോടടുക്കുന്ന വേളയിൽ, ഇരുൾ മൂടിക്കൊണ്ടിരിക്കുന്ന വേളകളിൽ, അന്തരീക്ഷം കറുത്തു തുടങ്ങിയ വേളകളിൽ തന്റെ ശിഷ്യന്മാർ യേശു കയറിയ പാടെ അവിടെ നിന്നും പടക് മുന്നോട്ട് നടത്തയച്ചു. ആ പടക് മുന്നോട്ട് കടന്നു പോകുമ്പോൾ യേശു ആ പടകിന്റെ അമരത്ത് തലവെച്ച് ഉറങ്ങുകയായിരുന്നു. പകൽക്കാലത്തെ ശുശ്രൂഷയുടെ ക്ഷീണവും ശാരീരികമായ ക്ലേശങ്ങളും വ്യഥകളും വേദനകളും ഒക്കെയായിട്ട് അല്പസമയത്തെ വിശ്രമത്തിനായിട്ട് കിടക്കുമ്പോൾ തടാകത്തിന്റെ മധ്യഭാഗത്തേക്ക് അവരുടേതായിരിക്കുന്ന പടക് എത്തി. ശിഷ്യന്മാര് ശക്തരാകൊണ്ടും സമ്പന്നരാകൊണ്ടും കടലിൽ പരിചിതരായിരിക്കുന്നത് കൊണ്ടും തോണി തുഴഞ്ഞ് അവർക്ക് വളരെ വൈവിധ്യമുള്ളത് കൊണ്ടും അവർക്ക് ആ വഞ്ചി കൊണ്ടുപോകുവാൻ പ്രയാസമില്ലായിരുന്നു. അതിലുള്ളതായിരിക്കുന്ന ആളുകളിൽ പലരും കടലിൽ ജോലി ചെയ്തവരാണ്, മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടവരാണ്, കടലുമായി ജീവിച്ചവരാണ്, വെള്ളവുമായി ജീവിച്ചവരാണ്, വലയുമായി ജീവിച്ചവരാണ്, പടകുമായി ജീവിച്ചവരാണ്. അവർക്ക് യാതൊരുവിധമായിരിക്കുന്ന സംശയങ്ങളും ഇല്ല. അവരുടെ മനസ്സിന് ഒരു വലിയ പ്രത്യാശയുണ്ട്, അവരുടെ വിശ്വാസത്തിന് വർധനവുണ്ട്, അവരുടേതായിരിക്കുന്ന ലക്ഷ്യത്തിൽ ഒരു പ്രാപ്തിയുണ്ട്, അവരുടേതായിരിക്കുന്ന കാഴ്ചപ്പാടിൽ ഒരു നിറവുണ്ട്, ഒരു സൗന്ദര്യമുണ്ട്. ഒരു പ്രത്യാശയുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ഉള്ളിൽ വെച്ചുകൊണ്ട് അവർ പടകിനെ നയിച്ച് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ തടാകത്തിലേക്ക് വലിയ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചു. നമ്മളത് 35 മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കും. പെട്ടെന്ന് കാറ്റടിച്ചു, ചുഴലിക്കാറ്റായിരുന്നു. അവരുടേതായിരിക്കുന്ന കൈകൾ കൊണ്ട് പടകിനെ നിയന്ത്രിക്കുവാനോ ഈ കടലിനിൽ അതിജീവിക്കുവാനുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇല്ലായകയാൽ അവർ തണ്ട് വലിച്ച് കുഴഞ്ഞുപോയി എന്ന
അവരെല്ലാവരും വളരെ ക്ഷീണിതരായി. അപ്പോൾ ശക്തമായിരിക്കുന്ന തിരമാല ഉയർന്നു പൊങ്ങിക്കഴിഞ്ഞു. അവരുടേതായിരിക്കുന്ന പടകിൽ ആഞ്ഞടിച്ചിട്ട പടക് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുവാൻ തുടങ്ങി. അതൊന്ന് ഇളകുവാൻ തുടങ്ങി. അത് മറിയുന്നത് പോലെ തോന്നി. അവർ നിലവിളിച്ചു തുടങ്ങി. അവരയ്യം വിളിച്ചു തുടങ്ങി. അവരപേക്ഷിച്ചു തുടങ്ങി. അവർ ഉറക്കെ വിളിച്ച് രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ അവർ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് യേശുവിനെ അവർ ഉണർത്തി. യേശു ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. കാറ്റും കടലും ശക്തമായിട്ട് തിരമാല ആഞ്ഞടിക്കുമ്പോൾ യേശു കർത്താവ് പടയിൽ എഴുന്നേറ്റ് യേശു കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലയോ? നിങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്നുവോ? നിങ്ങളുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടോ? അവരെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളായിരുന്നു യേശു കർത്താവ് അവരോട് പറഞ്ഞത്. കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, ഒരു സുവിശേഷകന്റെ ജീവിതത്തിൽ, ഒരു പ്രവർത്തകന്റെ ജീവിതത്തിൽ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, ക്ഷീണിച്ചു പോയിട്ടുണ്ടെങ്കിൽ, തളർന്നു പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ പ്രത്യാശയെയും നമ്മുടെ പ്രാർത്ഥനയെയും നമ്മുടെ പ്രതീക്ഷകളെയും ഒരിക്കൽ കൂടെ ഉണർത്തുന്ന വാക്ക് ശകലങ്ങളാണ് അവിടെ കേൾക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഈ മരുഭൂപ്രയാണത്തിലെ യാത്രകൾ ഈ വിശ്വാസമാകുന്ന പടകുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ആടി ഉലയുന്നതായിരിക്കുന്ന പടകിൽ ഇരുന്നു കൊണ്ട് മുങ്ങിപ്പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് നിലവിളിയുടെ ശബ്ദം ഉയരുമ്പോൾ അവൻ എഴുന്നേൽക്കും. നമ്മെ ഒന്ന് ശാന്തനപ്പെടുത്തുവാൻ, നമ്മെ തുറമുഖത്തെത്തിക്കുവാൻ, നമുക്ക് ആശ്വാസം നൽകുവാൻ, വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ, പ്രത്യാശ വർദ്ധിപ്പിക്കുവാൻ. കുഞ്ഞേ, നീ തളർന്നു പോകരുത്. കുഞ്ഞേ, നീ ഭയപ്പെട്ടു പോകരുത്. നീ ക്ഷീണിച്ചു പോകരുത്. നീ നിലവിളിക്കരുത്. നമ്മെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളുടെ ശബ്ദം കാതുകളിൽ ശബ്ദമായി മുഴങ്ങുകയാണ്. യേശു കർത്താവ് അവരെ ആശ്വസിപ്പിച്ചു. യേശു പടകിൽ എഴുന്നേറ്റ് നിന്ന് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ അത് ശാന്തമായി, അതടങ്ങി. തൻ്റെ ശിഷ്യന്മാർക്ക് വിശ്വാസം, അവർക്ക് പ്രത്യാശ, അവരുടേതായിരിക്കുന്ന മനസ്സിന് ആശ്വാസവും ആനന്ദവും, അവർ സുഗമമായി അവരാഗ്രഹിച്ച തുറമുഖത്ത് അവരെ എത്തിച്ചു. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അവൻ പടകിൽ നിന്റെ കൂടെയുണ്ട്. നിന്നെ വിളിച്ച് പടകിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ, അക്കരെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാറ്റുണ്ട്, കോളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. പ്രിയ സ്നേഹിത, മാതാവി, പിതാവി, ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരെ, നമ്മുടെ മുൻപിൽ ഓളമുണ്ട്, തിരമാലയുണ്ട്, ആഴിയുണ്ട്, കാറ്റുണ്ട്, ചുഴലിയുണ്ട്. അതിന് മധ്യത്തിൽ തളർന്നു പോകരുത്. ഏൽപ്പിച്ചതായിരിക്കുന്ന ഒരു ശുശ്രൂഷ അന്ത്യം വരെയും ചെയ്യുവാൻ ഏൽപ്പിച്ചതായിരിക്കുന്ന ഒരു ശുശ്രൂഷ പ്രാപ്തിയുള്ളിടത്തോളം കാലം പ്രവർത്തിക്കുവാൻ ദൈവം നിങ്ങളെ അതിനായിട്ടൊരുക്കട്ടെ. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഏതുമാകട്ടെ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ആകട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസമാകട്ടെ, അവരുടെ ഭാവിയാകട്ടെ, അവരുടെ മുന്നോട്ടുള്ളതായിരിക്കുന്ന പ്രയത്നവും ആയിരിക്കട്ടെ, അതിനെ തളർത്തി കളയുന്ന വിധത്തിലുള്ള പ്രതികൂലമാകുന്ന കാറ്റുകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഓർക്കണം, എനിക്കപ്പുറത്തൊരു അനുഗ്രഹമുണ്ട്, ഇതിനപ്പുറത്തൊരു അനുഗ്രഹമുണ്ട്. ഈ അനുഗ്രഹം പ്രാപിക്കുവാതിരിക്കുവാൻ ശത്രു കൊണ്ടുവരുന്നതായിരിക്കുന്ന ഒരു കാറ്റാണ്, ശത്രു കൊണ്ടുവരുന്നതായിരിക്കുന്ന ഒരു തിരമാലയാണ്, അത് കൊണ്ടുവരുന്നതായിരിക്കുന്ന ഒരു ചുഴലിക്കാറ്റാണ്. അതിൻ്റെ മുമ്പിൽ ഞാൻ തളർന്നു പോകില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് അക്കരെ നാട്ടിലെ നോക്കിക്കൊണ്ട് നമുക്ക് ഈ യാത്ര ചെയ്യാം. ഒരു സിംഹം സഞ്ചാരിയായി പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ, നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് നല്ല പോർ പൊരുതി എന്ന് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. ഇടറിപ്പോകരുത്, മനസ്സ് പതറിപ്പോകരുത്, കണ്ണുകൾ നിറയരുത്. വിശ്വാസത്തിന്റെ നായകൻ കൂടെയുണ്ട്. അവൻ അമരത്തുണ്ട്. പ്രയാസം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നിലവിളിക്കുക, ഉണരും, ഏൽപ്പിക്കും, അനുഗ്രഹിക്കും.
കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലം, കേൾക്കപ്പെടുന്ന വചനങ്ങൾ, പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, രോഗികളായി കഴിയുന്ന അനേക പ്രിയപ്പെട്ടവർ, വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, വിവിധമായ ആവശ്യങ്ങളുമായി പ്രാർത്ഥിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. സ്വദേശത്തും വിദേശത്തും ഗൾഫ് മേഖലകളിലും യൂറോപ്യൻ രാജ്യത്തും അമേരിക്കയിലും ഒക്കെ ആയിട്ട് അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ കുടുംബജീവിതം, ജോലി അനുഗ്രഹിക്കണം. ഈ ദിവസങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന അനേക പ്രിയപ്പെട്ടവർ, അവരെ അനുഗ്രഹിക്കണം. യാത്ര ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരെല്ലാവരെയും അനുഗ്രഹിക്കണം. ഈ ദിവസങ്ങളിലായി വിവിധ ആവശ്യങ്ങളുമായി പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. കിടക്കയിൽ കിടക്കുന്ന അനേക രോഗികളുണ്ട്, നിൽപ്പ് രോഗികളുണ്ട്, ഇരിപ്പ് രോഗികളുണ്ട്. ഈ ദിവസങ്ങളിലായിട്ട് അവരുടെയൊക്കെയും ജീവിതത്തിൽ വലിയ വിടുതലുകളും ആശ്വാസവും നൽകി ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ശക്തി